2026 മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷയിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷ റദ്ദാക്കിയത്? വോയിസ് ഓഫ് കേരളം പരിശോധിക്കുന്നു. 2026 നീറ്റ് യുജി പരീക്ഷ വീണ്ടും ഇന്ത്യയിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ സുരക്ഷയിലെ വീഴ്ച, NTA പ്രവർത്തനത്തിലെ പരാജയം എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങൾ. ഇത് 2024 വിവാദങ്ങളുടെ തുടർച്ചയായാണ് പലരും കാണുന്നത്. നീറ്റ് യുജി നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ്. ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ഏജൻസിയാണ്. നീറ്റ്, JEE, CUET പോലുള്ള ദേശീയ പ്രവേശന പരീക്ഷകൾ NTA ആണ് നടത്തുന്നത്. 2026 നീറ്റിൽ എന്താണ് സംഭവിച്ചത്? 2026 മെയ് 3 നീറ്റ് യുജി പരീക്ഷ നടന്നത്. പരീക്ഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ ഗസ്റ്റ് പേപ്പർ എന്ന പേരിൽ പ്രചരിച്ച ചില ചോദ്യങ്ങൾ യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പറുമായി ഒത്തുപോകുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ചില റിപ്പോർട്ടുകൾ പ്രകാരം 100-ലധികം ചോദ്യങ്ങൾ വരെ ഒത്തുപോയതായി കണ്ടെത്തി. ഇതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി CBI അന്വേഷണം ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റുകൾ നടന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായി. വീണ്ടും പരീക്ഷ നടത്തേണ്ട സാഹചര്യമുണ്ടായി. പ്രധാന ആരോപണങ്ങൾ: 1. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്. പരീക്ഷയ്ക്ക് മുമ്പ് ചില കോച്ചിംഗ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിലും ചോദ്യങ്ങൾ പ്രചരിച്ചുവന്ന ആരോപണം. 2. എക്സാം സെക്യൂരിറ്റി ഫെയിലിയർ. ഫ്രിസ്കിംഗിൽ വീഴ്ച, സെന്ററുകളിലെ നിയന്ത്രണക്കുറവ്, ഡിജിറ്റൽ സുരക്ഷയുടെ അപര്യാപ്തത. 3. NTA ഭരണപരമായ വീഴ്ച. 2024 വിവാദത്തിന് ശേഷം രൂപീകരിച്ച K. രാധാകൃഷ്ണൻ കമ്മിറ്റി നിർദ്ദേശിച്ച പല സുരക്ഷാ പരിഷ്കാരങ്ങളും നടപ്പാക്കിയില്ലെന്ന വിമർശനം ഉയർന്നു. 2024 എന്ത് സംഭവിച്ചു? 2024 നീറ്റിൽ അസാധാരണമായ 67 ടോപ്പേഴ്സ്, 718, 719 പോലുള്ള സാധ്യതയില്ലാത്ത മാർക്കുകൾ, ഗ്രേസ് മാർക്സ് വിവാദം, ബീഹാർ പേപ്പർ ലീക്ക് കേസ്, സുപ്രീം കോടതി ഇടപെടൽ, CBI അന്വേഷണം, ഇവയെല്ലാം രാജ്യവ്യാപക പ്രതിഷേധത്തിന് കാരണമായി. സുപ്രീം കോടതി പിന്നീട് വ്യാപകമായ സിസ്റ്റമിക് ഫെയിലിയർ തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ചിലർ പേപ്പർ ലീക്കിലൂടെ പ്രയോജനം നേടിയതായി അംഗീകരിച്ചു. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നത്? 1. അതിവലിയ പരീക്ഷാ സ്കീം. 22 മുതൽ 24 ലക്ഷം വിദ്യാർത്ഥികളെ ഒരേ ദിവസം പരീക്ഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷകളിൽ ഒന്നാണ്. 2. കോച്ചിംഗ് മാഫിയ ആൻഡ് ലീക്ക് നെറ്റ്വർക്ക്സ്. ചില സംസ്ഥാനങ്ങളിൽ ചോദ്യചോർച്ച സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി അന്വേഷണങ്ങളിൽ കണ്ടെത്തി. 3. NTA സ്ട്രക്ചറൽ വീക്ക്നസ്. കേന്ദ്ര ഭരണത്തിന്റെ അമിതഭാരം, മതിയായ സ്ഥിരം സ്റ്റാഫില്ലായ്മ, സ്വകാര്യ ഏജൻസികളിൽ ആശ്രയം. 4. ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ മോഡൽ. ഒരു പേപ്പർ രാജ്യമൊട്ടാകെ ഒരേ സമയം ഉപയോഗിക്കുന്നതിനാൽ ലീക്ക് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യങ്ങൾ. പല വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്നത് നീറ്റ് ഓൺലൈൻ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കുക, മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ് നടത്തുക, NTA റിഫോം ചെയ്യുക, കൂടുതൽ സുരക്ഷാ എൻക്രിപ്ഷൻ, ഇൻഡിപെൻഡന്റ് എക്സാം അതോറിറ്റി രൂപീകരിക്കുക. 2026 നീറ്റ് വിവാദം ഒരു സാധാരണ പേപ്പർ ലീക്ക് കേസ് മാത്രമല്ല, ഇന്ത്യയിലെ ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വലിയ പ്രതിസന്ധിയാണ്. 2024 മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാത്തത് 2026 പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കിയെന്ന വിമർശനം ശക്തമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുള്ള പ്രധാന ആശങ്ക, ഇത്ര വലിയ മത്സര പരീക്ഷയിൽ ഫെയർനെസ് ഉറപ്പാക്കാനാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.